പാർട്ടി സെക്രട്ടറിയോട് പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചിരുന്നു. ഈ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം ഒരു പരാതി നൽകുന്നതിന് മുൻപ് തന്നെ സർക്കാർ ഈ കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഈ അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക ഉന്നതതല സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ താൻ പരാതി കൊടുത്തിട്ട് ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ആ ഒരു കാര്യത്തിൽ അതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. അന്വേഷണം അതിൻ്റെ വഴിക്ക് നടക്കേണ്ടതുണ്ട്. മറ്റൊരു ദേശീയ ഏജൻസിയും വന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. കൃത്യമായി തന്നെ കേരള പോലീസ് അന്വേഷിച്ച് സത്യം പുറത്തു വരണമെന്നാണ് താൻ വിചാരിക്കുന്നത്. അതിൽ കൃത്യമായി കേരള പോലീസിന് അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് തന്നെയാണ് താൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഇത് സംബന്ധിച്ച് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. രേഖാമൂലം അദ്ദേഹത്തിന് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ ഒരു പകർപ്പാണ് ഇന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർക്ക് അദ്ദേഹം കൈമാറിയത്. ഇത് നേരത്തെ തന്നെ പി.വി. അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടി സെക്രട്ടറിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. പാർട്ടിയിലും സർക്കാരിലും വിശ്വാസമുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് താൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന പരാതികളുമായി മുന്നോട്ട് പോകും. പ്രത്യേക അന്വേഷണ സംഘത്തെ നേരത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള തിരക്ക് തനിക്കില്ല. കാരണം നിയമ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ, അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ. അന്വേഷണം ഏതെങ്കിലും തരത്തിൽ വഴി തിരിച്ചു വിടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ പി.വി. അൻവർ പറയുകയുണ്ടായി, അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് സുജിത് ദാസ് IPS 3 ദിവസം ലീവിൽ പോയത് എന്ന് പി.വി. അൻവർ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും ഭാഗത്തു നിന്ന് അന്വേഷണം അട്ടിമറിക്കാൻ ഏതെങ്കിലും ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ നാളെ പബ്ലിക്കായി തന്നെ താൻ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് പരാതി പറയും. ഇക്കാര്യത്തിൽ ഈ ഒരു അന്വേഷണം അട്ടിമറിക്കാൻ താൻ അനുവദിക്കില്ല. മറ്റൊരു ദേശീയ ഏജൻസിയും വന്ന് അന്വേഷിക്കേണ്ടതില്ല. കേരള പോലീസ് തന്നെ ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ എന്നും പി.വി. അൻവർ വിശദീകരിച്ചു. ഷീജ ചേരുന്നു തിരുവനന്തപുരത്തും. ഷീജ, അൻവർ ഗോവിന്ദൻ മാസ്റ്ററുമായി കണ്ട് സംസാരിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച കാര്യങ്ങൾ സമഗ്രമായി. തീർച്ചയായും വിനിഷേധം കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങുമ്പോൾ അദ്ദേഹം അന്വേഷണത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് പി.വി. അൻവർ MLA ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടിറങ്ങുമ്പോഴും കാര്യങ്ങൾ വിശദീകരിച്ചത്. ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ, അതായത് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു, അത് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സർക്കാരും പാർട്ടിയുമാണ് ഇക്കാര്യങ്ങളിൽ ബാക്കി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇന്നിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും വന്ന് കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു, പരാതി നൽകി. ആ അന്വേഷണത്തിലാണ് ഇനിയുള്ള വിശ്വാസം എന്ന് പറയുന്നത്. നിലവിൽ സർക്കാരിലും പാർട്ടിയിലും ഒരു തരത്തിലുള്ള വിശ്വാസക്കുറവും തനിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ഏജൻസി വന്ന് അന്വേഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയവും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നില്ല. ഇതിന്റെ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് നോക്കട്ടെ. ഈ കുറ്റാരോപിതനായ വ്യക്തിക്ക് വിധേയനായ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം പോയാൽ അതിന് മറുപടി പറയേണ്ടി വരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഘട്ടം വരികയാണെങ്കിൽ താൻ ഇടപെടുന്നതായിരിക്കും. പക്ഷേ നിലവിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അന്വേഷണം തുടങ്ങുന്ന ഒരു ഘട്ടം മാത്രമാണ്. അത്തരത്തിൽ കൂടുതൽ മുൻവിധികളിലേക്കൊന്നും തന്നെ പോകാൻ സാധിക്കുകയില്ല. നിലവിൽ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ പക്കലുണ്ടായിരുന്ന എല്ലാ തെളിവുകളും താൻ സർക്കാരിനും പാർട്ടിക്കും നൽകിയിട്ടുണ്ട്. തന്നെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ താൻ നൽകിയിട്ടുള്ളത്. മറ്റ് തെളിവുകൾ ശേഖരിക്കേണ്ടത് വ്യക്തമാണ്. പരാതിയുമായി പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററുമായി സംസാരിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പി.വി. അൻവർ MLA. പരാതിയുമായി മുന്നോട്ട് പോകും. പരാതിയിൽ അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന വിശ്വാസമുണ്ട്. അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ എന്നാണ് പി.വി. അൻവർ MLA പറഞ്ഞത്. ഷീജയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.